ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എമ്പുരാൻ്റെ സെൻസറിംഗ് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മലയാളത്തിലെ എക്കാലത്തെയും വലിയ മൂവിയാണ് എമ്പുരാൻ. മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ റിലീസിനായി. പൃഥ്വിരാജ് സുകുമാരൻ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാൻ. ചിത്രത്തിൻ്റെ സെൻസറിംഗ് കഴിഞ്ഞ ദിവസമാണ് പൂർണ്ണമായത്. UA സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. 60+ കാറ്റഗറിയിൽപ്പെടുന്ന ചിത്രമാണ് എമ്പുരാൻ. 2 മണിക്കൂർ 59 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഏകദേശം 3 മണിക്കൂർ തന്നെ. 3 മണിക്കൂർ ദൃശ്യവിസ്മയമായിരിക്കും പൃഥ്വിരാജ് ഈ സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മോഹൻലാൽ ആരാധകർ ആഘോഷിക്കുകയാണ് ഇപ്പോൾ തന്നെ. മാർച്ച് 27-ന് കേരള തിയേറ്ററുകൾ നിന്ന് കത്തും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. എല്ലാ തരത്തിലുള്ള ഓപ്പണിംഗ് കളക്ഷൻ, ഫസ്റ്റ് ഡേ കളക്ഷൻ, ഫസ്റ്റ് ഡേ ഫാൻ ഷോ കളക്ഷൻ, എല്ലാ കാറ്റഗറിയിലും എമ്പുരാൻ റെക്കോർഡ് സൃഷ്ടിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ചിത്രത്തിൻ്റെ 2-3 ഭാഗങ്ങൾ സെൻസറിംഗ് ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില ഭാഗങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെന്താണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന വിവരപ്രകാരം, ഒന്ന് ഫ്ലാഗുമായി ബന്ധപ്പെട്ട ചില ഡയലോഗുകളാണ്, മറ്റൊന്ന് ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സീനുകളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 കാര്യങ്ങളെ ഒഴിച്ച് വലിയ രീതിയിലുള്ള കട്ടിങ്ങുകളൊന്നും ഈ ചിത്രത്തിന് ഉണ്ടായിട്ടില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയുന്ന വിവരങ്ങൾ. എന്തായാലും മാർച്ച് 27 വരെ നമുക്ക് കാത്തിരിക്കാം. ചിത്രത്തിലെ കാസ്റ്റിംഗ് അപ്ഡേഷനുകൾ മുന്നേ പുറത്തു വരുന്നിരുന്നു. എന്നാലും ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല താരങ്ങളും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മുന്നേ വന്ന പോസ്റ്റുകളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത പല താരങ്ങളും ചിത്രത്തിലുണ്ട്. അതാരാണെന്ന് അറിയാനാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, ഷാറൂഖ് ഖാൻ, മറ്റ് വിദേശ താരങ്ങൾ എന്നിവരൊക്കെ വെച്ച് പലതരത്തിലുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ പൃഥ്വിരാജ് വെളിപ്പെടുത്തുന്നില്ല ആരാണ് ആ ചിത്രത്തിലെ ഒളിഞ്ഞിരിക്കുന്ന താരം എന്നത്. മമ്മൂട്ടി ഇല്ല എന്നത് പൃഥ്വിരാജ് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ആരാകും ചിത്രത്തിൽ സർപ്രൈസായി നമ്മുടെ മുന്നിലേക്ക് എത്തുക? എമ്പുരാൻ്റെ റിലീസ് ദിനം ബസൂക്കയുടെ ട്രെയിലർ തിയേറ്ററുകളിൽ കാണാൻ കഴിയും എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. റിലീസ് ചെയ്ത് 10-12 ദിവസങ്ങൾക്കകം മമ്മൂട്ടിയുടെ ബസൂക്കയും തിയേറ്ററുകളിലെത്തും. മോഹൻലാൽ മമ്മൂട്ടി ആരാധകർക്ക് ആഘോഷിക്കാനുള്ള 2 ചിത്രങ്ങളാണിത്. ഈ 2 ചിത്രങ്ങളും പോസിറ്റീവ് ലഭിക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ ആഘോഷിക്കുക തന്നെ ചെയ്യും. എമ്പുരാന് പോസിറ്റീവ് ലഭിക്കുകയാണെങ്കിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 100 കോടി ഉറപ്പാണ്. മാക്സിമം 5-6 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്യും എമ്പുരാൻ. അതുക്കപ്പുറം എത്ര കോടി കളക്ട് ചെയ്യുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എമ്പുരാൻ എത്ര കോടി വരെ നേടും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പോസിറ്റീവ് ലഭിക്കുകയാണെങ്കിൽ ഇനി അടുത്ത കാലത്തൊന്നും എമ്പുരാൻ്റെ ആ റെക്കോർഡ് തൊടാൻ ഒരു താരത്തിനും കഴിയില്ല എന്നുറപ്പാണ്. അത്രക്കും മുകളിലായിരിക്കും ചിത്രത്തിൻ്റെ കളക്ഷൻ.